ഹലോ പീപ്പിൾ, ദീപൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2025 ജനുവരി 14 കീർത്തിക ഉദയനിധി സംവിധാനം ചെയ്ത് തിയേറ്റർ വഴി പുറത്തിറങ്ങിയ ഒരു റൊമാൻസ് ചിത്രമായിരുന്നു കാതലുക്ക് നേരമില്ലേ. കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിരിക്കുന്നത് രവി മോഹനനാണ്. നമ്മുടെ ജെയിൻ രവിയുടെ പുതിയ പേരാണത്. പിന്നെ അത് മാത്രമല്ല നിത്യ മേനോനുണ്ട്. ഈ സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്, കഥ എന്ന് പറയുന്നത് യുണീക്കായിട്ടുള്ളൊരു കഥയാണ്. കാരണം നമ്മൾ മോഡേൺ വേൾഡിൽ വരാൻ പോകുന്ന കഥകളൊക്കെ ഇതിൽ ചെറുതായിട്ടൊന്ന് ചർച്ച ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്രിമമായിട്ടുള്ള ഗർഭം, അത് മോഡേൺ വേൾഡിൽ വരാൻ ഹൈ ചാൻസ് ഉള്ള സംഭവങ്ങളാണ്. ടെക്നോളജിക്ക് ഇപ്പം പുരോഗമിച്ച് വരുന്നതുകൊണ്ട് വളരെയധികം ഹൈ ചാൻസാണ്. ഈ സിനിമയുടെ ഒരു കഥയെന്ന് പറയുന്നത് രണ്ട് വ്യത്യസ്ത കഥാപാത്രങ്ങളാണ്. സിദ്ധാർത്ഥ് എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്നത് നമ്മുടെ രവി മോഹനാണ്. രണ്ടാമത് ശ്രേയ എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്നത് നിത്യ മേനോനാണ്. ഈ സിദ്ധാർത്ഥിൻ്റെ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് സ്നേഹിക്കാൻ വളരെയധികം ഇഷ്ടമാണ്. പക്ഷേ അദ്ദേഹത്തിന് കല്യാണം കഴിക്കാനോ കുട്ടികൾക്ക് ജന്മം നൽകാനോ അദ്ദേഹത്തിന് ഇഷ്ടമില്ല. പക്ഷേ ശ്രേയയ്ക്ക് അങ്ങനെയല്ല. കല്യാണം കഴിക്കാൻ എല്ലാം താല്പര്യമുണ്ട്, ഫാമിലിയായിട്ട് പോകാൻ എല്ലാം താല്പര്യമുണ്ട്. പക്ഷേ അവരുടെ ബോയ് ഫ്രണ്ടിനെ അവിഹിതം കണ്ടുപിടിച്ചതിന് ശേഷം ഒരു ആണില്ലാതെ എങ്ങനെ കൃത്രിമമായി ഒരു കുട്ടിക്ക് ജന്മം നൽകാമെന്ന് അവർ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ സ്പെം ഡോണറിനെ കാണുകയും അവരുടെ പ്രഗ്നൻസി അങ്ങ് കൃത്രിമമായിട്ടുള്ള ഗർഭം അങ്ങ് ഏറ്റെടുക്കുകയും അങ്ങനെയുള്ള ഒരു കഥയാണ് ഈ സിനിമയുടെ മെയിനായിട്ട് ചർച്ച ചെയ്തു പോകുന്നത്. ആ സ്പെം ഡൊണേഷൻ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന രവി മോഹൻ എന്ന് പറയുന്ന അദ്ദേഹം തന്നെയാണ് സ്പെം ഡൊണേഷൻ ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഈ സിനിമയിൽ അങ്ങ് നിലനിർത്തി അങ്ങ് പോവുകയാണ്. പക്ഷേ ക്ലൈമാക്സിൽ പോലും ഈ അച്ഛൻ ആരാണ്, ആ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് പറയുന്നില്ല. അത് മാത്രം എനിക്ക് ചെറിയ നിരാശയായിട്ട് തോന്നിയിട്ടുള്ളൂ. പക്ഷേ സിനിമ ക്ലീനായിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു സിനിമ. രണ്ടുപേരുടെയും ജോഡി അടിപൊളിയിരുന്നു. നിത്യ മേനോനായാലും രവി മോഹനായാലും ജെയിൻ രവിനെ വായിൽ വരുന്നുള്ളൂ. അദ്ദേഹത്തിന് അതാണ് ഏറ്റവും കൂടുതൽ ചേരുന്നത്. എൻ്റെ പേഴ്സണലായിട്ട് അഭിപ്രായം പറയണമെങ്കിൽ അപ്പം അവർ രണ്ടുള്ള ജോഡി നല്ല ചേരുന്നുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് കാതലുക്ക് നേരമില്ലേ. പിന്നെ ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് AR റഹ്മാൻ്റെ മ്യൂസിക്കൽ വർക്ക് അടിപൊളിയായിട്ട് വന്ന് ആ മ്യൂസിക്കൊക്കെ കയറി വരുമ്പം അദ്ദേഹം വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു മെഗാ മ്യൂസിക്കൽ സ്റ്റാർ തന്നെയാണ് അദ്ദേഹം. അത് എടുത്തു പറയേണ്ട ഒരു കാര്യവുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കൽ വർക്ക് ഇതിന് നല്ല ജീവൻ കൊടുത്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക്. പിന്നെ ജെയിൻ രവിയുടെ ആക്ടിങ് വൈസ് ആയാലും നിത്യമേൻ്റെ ആക്ടിങ് വൈസ് ആയാലും റിയലിസ്റ്റിക് നാച്ചുറൽ എല്ലാ ആക്ടിങ് ആയിരുന്നു. ഓവറോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ കോമഡിക്കായിട്ട് വിനയ് റായ് ഉണ്ട്, നമ്മുടെ യോഗി ബാബു ഉണ്ട്. അവരുടെ ക്യാരക്ടറെല്ലാം അടിപൊളിയാണ്. നല്ല ക്യാരക്ടേഴ്സ് എല്ലാം വർക്കാവുന്നുണ്ടെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് കാതലുക്ക് നേരമില്ലേ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ സിനിമ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സ് വഴി ഈ സിനിമ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. അവിടെ ചെന്ന് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.